بسم الله الرحمن الرحيم. السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف رسول الله وعلى آله الفائزين برضا الله أما بعد. സഹോദരങ്ങളെ സഹോദരിമാരെ, അള്ളാഹു അവൻ്റെ ഇഷ്ടദാസന്മാരിൽ നമ്മയും കുടുംബത്തെയും മരണപ്പെട്ടവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. നമ്മുടെ പാപങ്ങൾ അള്ളാഹു പുറത്തു തരട്ടെ, രോഗങ്ങൾ അള്ളാഹു ശിഫയാക്കട്ടെ, മരണപ്പെട്ടവരുടെ ഖബർ അള്ളാഹു സന്തോഷത്തിലാക്കട്ടെ. തെറ്റുകുറ്റങ്ങൾ അവർക്ക് നമുക്കും അള്ളാഹു നിരുപാധികം മാപ്പാക്കി തരട്ടെ. നമ്മുടെയും കുടുംബത്തിൻ്റെയും സുഷ്ട ആയുസ് അള്ളാഹു പൊരുത്തപ്പെട്ട വഴിയിലായി ഇസ്സത്തോടെ സന്തോഷത്തോടെ ദീർഘായുസ്സോടെ കഴിഞ്ഞ് ഈമാൻ സലാമത്തായി മരിക്കാൻ അള്ളാഹു നമുക്കെല്ലാവർക്കും ഭാഗ്യം നൽകട്ടെ. ഒരു സങ്കടത്തിൽ പെട്ടുകഴിഞ്ഞാൽ ആ സങ്കടത്തിൽ ഒരു മനുഷ്യൻ വിലപിക്കും, തേങ്ങി തേങ്ങി കരയും. ആ സങ്കടത്തിൻ്റെ പ്രകടനങ്ങൾ പല രീതിയിൽ കാണിക്കും. അമിതമായ സങ്കടമാണ് എങ്കിൽ ആ ദുഃഖഭാരത്താൽ ഒരു പക്ഷേ ബോധം കെട്ടു വീഴും. സങ്കടം പ്രകടിപ്പിക്കുന്നത് പല രൂപത്തിലാണ്. അതിലേറ്റവും ആശ്വാസം, ഒരു സങ്കടം തുറന്നു പറയാൻ ഒരാളെ കിട്ടിയാൽ ആ പറയുന്നിടത്ത് സങ്കടം അലിഞ്ഞു പോകും. മനസ്സ് തുറക്കാൻ ഒരാളെ കിട്ടാത്തോടത്ത്, ഒരു ഇടം കിട്ടാത്തോടത്ത് പലരും ആത്മഹത്യയിലേക്ക് പോലും എത്താറുണ്ട്. അങ്ങനെ ദാരുണമായ പല സംഭവങ്ങൾക്കും നമ്മൾ സാക്ഷികളാണ്. നമ്മുടെ മനസ്സുകൊണ്ട് ചിന്തിച്ചാൽ നമുക്ക് ഒരു എത്തും പിടിയും കിട്ടാത്ത ഒരു വലിയ സങ്കടത്തിൻ്റെ ലോകമാണ് നരകം. സങ്കടമാണ് എന്നുള്ളത് തീർച്ചയാണ്. അവിടെ പോയി കഴിഞ്ഞാൽ ഒരു മനുഷ്യൻ പറയുന്നത് അവൻ്റെ ആയുസ്സിലെ ഏറ്റവും പക്വതയുള്ള വാക്കുകളായിരിക്കും. കാരണം അവൻ യാഥാർത്ഥ്യത്തിൽ ലയിച്ചു കഴിഞ്ഞു. ആ യാഥാർത്ഥ്യത്തെ അവൻ ദുനിയാവിൻ്റെ കാലഘട്ടത്തിൽ നിഷേധിച്ച് നടന്നവനാണ്. ആ യാഥാർത്ഥ്യത്തിൻ്റെ പേരാണ് പരലോകം. അതിലേക്കൊരു മനസ്സ് എത്തിക്കഴിഞ്ഞാൽ ഇനി അതിനപ്പുറം അവൻ അനുഭവിക്കാൻ വേറൊന്നുമില്ല. അതിങ്ങനെ അനുഭവിച്ചു കൊണ്ടിരിക്കുമ്പോൾ അവൻ പറയുന്ന വിലാപവാക്കുകൾക്ക് വഹയിൻ്റെ മൂല്യമാണ്. അവൻ അന്ന് അവിടെ പറയാൻ പോകുന്ന വാക്കുകളെ ഇന്നേ വഹയായി ഖുർആനിൽ നമുക്ക് കാണാൻ കഴിയും. അപ്പൊ അന്ന് പറയുന്ന നരകത്തിൽ പോകുന്നവന്റെ വാക്കാണെങ്കിൽ പോലും അതിനൊരു യാഥാർത്ഥ്യമുണ്ട്. അങ്ങനെ അവൻ പറയും. ആ വാക്കുകൾക്കൊരു വിലയുണ്ട്. അതുകൊണ്ടാണ് ഇന്നേ അതിന് ഖുർആൻ ആയത്തുകളായി നമ്മുടെ മുന്നിൽ അവതരിപ്പിച്ചിരിക്കുന്നത്. പേടിപ്പെടുത്തുന്ന നരകത്തിന്റെ വ്യത്യസ്തങ്ങളായ അവതരണം നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. സ്വർഗത്തെ പറയുമ്പോൾ ഏകദേശം ആയത്തുകളൊക്കെ ഒരുപോലെ ഇരിക്കാം. ജന്നാത്തുൻ തജ്രി മിൻ തഹ്തിഹൽ അൻഹാർ, എവിടെ കണ്ടാലും അത് സ്വർഗത്തെക്കുറിച്ചുള്ള പറച്ചിലാണ്. നരകത്തെക്കുറിച്ച് അങ്ങനെ കോമൺ ആയിട്ട് പറയാവുന്ന ഒരു പ്രയോഗമല്ല. കാരണം നരകത്തെക്കുറിച്ചുള്ള പറച്ചിൽ വ്യത്യസ്തമാക്കിയിരിക്കാം. എന്തുകൊണ്ട്? നരകത്തിലെ കഠോരമായ ശിക്ഷകളെക്കുറിച്ച് പറയുന്ന, മനുഷ്യൻ ആലോചിച്ചവന്റെ മനസ്സിനെ പെടപ്പിച്ച് കളയാൻ പറ്റുന്ന രീതിയിൽ അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് നരകത്തിന്റെ ശിക്ഷയെ വ്യത്യസ്തമായ രീതിയിൽ അവതരിച്ച് ചിന്തയുടെ ഒരു വാതായനം തുറന്നു വെക്കാണ്. മഹാന്മാരായ സ്വഹാബത്ത് ചില ആയത്തുകളെ കുറിച്ച് ആലോചിച്ചിട്ട് അവർക്ക് സ്വൈര്യം നഷ്ടപ്പെട്ട്, അവർക്ക് കുടുംബത്തോട് ചേരാൻ കഴിയാതെ, സന്തോഷങ്ങളിൽ ലയിക്കാൻ കഴിയാതെ 3 ദിവസമൊക്കെ ഓടിയ സ്വഹാബിയുണ്ട്. നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട് എന്നാണ് എൻ്റെ ഓർമ്മ. അത്രത്തോളം നരകത്തിന്റെ യാഥാർത്ഥ്യങ്ങളിലേക്ക് മനുഷ്യൻ ചേരേണ്ടി വരും. കേട്ടോളൂ, പരിശുദ്ധ ഖുർആൻ സൂറത്തുൽ മുഅ്മിനൂൻ 103 മുതൽ 108 വരെയുള്ള ആയത്തുകൾ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ومن خفت موازينه فأولئك الذين خسروا أنفسهم في جهنم خالدون تلفح وجوههم النار وهم فيها كالحون ألم تكن آياتي تتلى عليكم فكنتم بها تكذبون قالوا ربنا غلبت علينا شقوتنا وكنا قوما ضالين
റബ്ബനാ അഖ്രിജ്നാ മിൻഹാ ഫഇൻ ഉദ്നാ ഫഇന്നാ ളാലിമൂൻ ഖാല ഖ്സഊ ഫീഹാ ഖാല ഖ്സഊ ഫീഹാ വലാ തുകല്ലിമൂൻ. അല്ലാഹുവേ, പടച്ചോൻ നമുക്ക് അഭയം തരട്ടെ. വമൻ ഖഫ്ഫത് മവാസീനു, തുലാസിൽ നന്മയും തിന്മയും വെച്ചപ്പോ നന്മയ്ക്ക് ഭാരം കുറഞ്ഞ ആളുകൾ, തിന്മയ്ക്ക് ഭാരം കൂടിയ ആളുകൾ. അല്ലാഹു കാക്കട്ടെ. നന്മ രൂപത്തിൽ നന്മയാണ്, പക്ഷെ വെയിറ്റ് ഇല്ല. ഉള്ളു പൊള്ളയായിരുന്നു, ഉള്ളിലൊന്നും ഉണ്ടായില്ല. എന്തേ? ആ നന്മ ചെയ്തപ്പോൾ അവന്റെ ഉള്ളിലും ആ നന്മയെ കുറിച്ച് ഒന്നും ഉണ്ടായില്ലായിരുന്നു. ഉള്ളിൽ തട്ടാത്ത നന്മകൾ, ഉള്ളിൽ തട്ടാത്ത നന്മകൾ. ആ നന്മ തുലാസിൽ വെച്ചാൽ ആ നന്മയ്ക്ക് ഭാരമില്ലെന്നും ഖുർആൻ. അങ്ങനെ തുലാസിൽ നിന്നും ബോധ്യമായി ഇവൻ എങ്ങോട്ടാ പോണേന്നുള്ളത്. നമ്മുടെ ഓരി അവിടെ ഇങ്ങനെ തൂക്കിക്കൊണ്ടിരിക്കുക, അത് കണ്ടു ബോധ്യായി. فأولئك الذين خسروا أنفسهم في جهنم خالدون. അവർ പോകേണ്ടത് ഒരിക്കലും പുറത്തേക്ക് ഇനി കടന്നു വരാത്ത നരകത്തിന്റെ ശാശ്വത ലോകത്ത് അവർ സ്ഥിരപ്പെട്ടു, അവർ പരാജിതരാം. ദുനിയാവിന്റെ ശിക്ഷ ഒരു ജീവപര്യന്തമാണ് എങ്കിൽ അത് ജീവിതകാലം മുഴുവനുമില്ല, അതിനൊരു പരിധിയുണ്ട്. ഇതങ്ങനെയല്ല. ഖാലിദീന ഫീഹാ എന്നാ പറയാറ്. ഫീ ജഹന്നമ ഖാലിദൂൻ. ഇവരിനി ഒരിക്കലും പുറത്തേക്ക് വരില്ലേ, അവിടെ തന്നെയാണ്. തൽഫഹു വുജൂഹഹുമുൻ നാർ, അവരുടെ മുഖത്തേക്ക് തീയിങ്ങനെ ആളും. അവരുടെ മുഖത്തെ തീയ കരിക്കും. എത്ര ഭാഗമുണ്ട് കരിക്കും എന്ന് പറയാൻ? മുഖ പറഞ്ഞു. അങ്ങനെയുണ്ട്. തീ പൊള്ളലേറ്റ പലരുടെയും അവസ്ഥകളെ കുറിച്ച് നമ്മൾ കേൾക്കുമ്പോൾ ചുമ്മാ ചോദിക്കും, മുഖത്ത് പൊള്ളിയോ എന്ന് ചോദിക്കും. വേണ്ട, ചിക്കൻ ബോക്സ് എന്ന് പറഞ്ഞിട്ടൊരു സാധനമുണ്ട്. അത് വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ചോദിക്കും, അത് മുഖത്ത് അടയാളം ഉണ്ടോ, മുഖത്ത് വന്നോ എന്ന് ചോദിക്കും. മുഖത്ത് വരാൻ നരകത്തിന്റെ തീ ആദ്യം പിടിക്കുന്നത് മുഖത്താ. ഇനി കേട്ടോളൂ, മുഖത്തേക്ക് തീ പിടിക്കുമ്പോ വാഹും ഫീഹാ കാലിഹൂൻ, നരകവാസി പല്ലിളിച്ച് പിടിക്കും എന്ന് ഖുർആൻ. എത്ര വൃത്തികെട്ട കോലായിരിക്കും, എന്തൊരു ദുർഗുണനായിരിക്കും. പല്ലിളിച്ച് പിടിച്ചുകൊണ്ടിരിക്കും. മുഖത്തേക്ക് തീ വരുമ്പോൾ എന്തൊരു വികൃത രൂപമേ. അല്ലാഹു കാക്കട്ടെ. മലക്കുകൾ ചോദിക്കും. അല്ലാഹുവിന്റെ ഒരു ചോദ്യമാണ്. മലക്കുകളുടെ നാവിലൂടെ അവിടെ ചോദ്യം ഉന്നയിക്കപ്പെടും. അലം തകുൻ ആയാതി തുത്ലാ അലൈക്കും ഫകുൻതും ബിഹാ തുകല്ലിബൂൻ. നന്നാവാൻ ഒരുപാട് വഴികൾ നിങ്ങളുടെ മുന്നിലുണ്ടായിരുന്നു, എന്നിട്ടും അതിന്റെ നേരെ മനഃപൂർവ്വം നിങ്ങൾ കണ്ണടച്ച് നടന്നവരല്ലേ. അപ്പൊ അവര് പറയും, ഖാലൂ റബ്ബനാ ഗലബത് അലൈനാ ശഖവതുനാ വകുന്നാ ഖൗമൻ ളാലിൻ. ഞങ്ങൾ ഭാഗ്യമില്ലാത്തവരായതുകൊണ്ടാ പടച്ചോനെ ഇങ്ങനെ ആയത്. അങ്ങനെയുണ്ടോ? ഭാഗ്യമില്ലാത്തതുകൊണ്ടാ ഞങ്ങൾ ഇങ്ങനെ ആയത്. അങ്ങനെയല്ല. അല്ലാഹുവേ, ഒരവസരം നീ തരുമോ? ഒരു അവസരവും കൂടി നീ തരുമോ? റബ്ബനാ അഖ്രിജ്നാ മിൻഹാ, ഇവിടുന്ന് പുറത്തേക്ക് ഒരവസരവും കൂടി നീ തന്നു കഴിഞ്ഞാൽ ഫഇൻ ഉദ്നാ, എന്നിട്ടും ഞങ്ങൾ നന്നായിട്ടില്ലെങ്കിൽ ഫഇന്നാ ളാലിമൂൻ, ഞങ്ങൾ അപ്പോഴാണ് ശരിക്കും പരാജയം സംഭവിച്ചവർ എന്ന് പറയേണ്ടത്. അപ്പോഴാ. ഒരവസരവും കൂടി തരൂ. അല്ലാഹു പറയും, ഇഖ്സഉ ഫീഹാ വലാ തുകല്ലിമുൻ, മിണ്ടാതെ അവിടെ കിടന്നോണം, മിണ്ടാതെ അവിടെ കിടന്നോണം. നിങ്ങൾ നിന്നരായി അവിടെ കിടക്കണം. എന്താ നരകം? ഒരു മഴയ്ക്ക് വേണ്ടി നമ്മൾ നല്ല ചൂടിന്റെ കാലത്ത് ആഗ്രഹിച്ചു പോവാറുണ്ട്. മിക്കവാറും ഞാൻ നാട്ടിൽ നിന്ന് വരുമ്പോ ചോദിക്കും, സഹോദരന്മാർ ചോദിക്കും, നാട്ടിൽ മഴ ഉണ്ടായിരുന്നോ എന്ന് ചോദിക്കും. എന്തുകൊണ്ട്? അവരിവിടെ നിന്ന് എപ്പോഴോ ഒരു മഴക്കോള് കണ്ടിരുന്നു, അതെങ്ങാനും പെയ്തത് എൻ്റെ നാട്ടിലാണോ എൻ്റെ അറിവിലാണോ എന്ന് ഒരു കുശലാന്വേഷണം.
ഞാനും ചോദിക്കും മഴ ഉണ്ടായിരുന്നോ എന്ന് ചോദിക്കും. 2 ദിവസം മഴ ഉണ്ടായിരുന്നു. അപ്പൊ എന്ന് പറഞ്ഞ പോലെ മഴയെ ഒരു ചൂടുള്ള സന്ദർഭത്തിൽ നമ്മൾ സ്വാഭാവികമായിട്ടും ആ വേനലിൽ ഒരു മഴയെ ആഗ്രഹിക്കാറുണ്ട്. നരകത്തിൽ മഴയുണ്ടോ? മഴയുണ്ട്. അവിടെ മനുഷ്യർക്ക് ആഗ്രഹമല്ല ഒരു മഴ പെയ്യാൻ, ആഗ്രഹമുണ്ടേ. നരകത്തിന്റെ മുകളിൽ മേഘം കറുത്തിരുണ്ട് നിൽക്കുമോ? ഉണ്ടേ. രക്ഷപ്പെട്ടു അല്ലെ? കേട്ടോ, മഴ കേട്ടോ. മഹാന്മാര് പറയാണ്, ഇന്ന അഹ്ലന്നാരി യജ്സഊൻ അൽഫസന വല ഫലാ യൻഫഉ. നരകത്തിലേക്ക് കയറുന്ന ആദ്യത്തെ കൊല്ലം നരകത്തിൽ കിടക്കുന്നവർ സങ്കടപ്പെട്ടുകൊണ്ടിരിക്കും. ഒരു ഗുണം ഉണ്ടാവൂല ആ സങ്കടം കൊണ്ട്. പിന്നെ അവര് പറയും, കുന്നാഫിദ് ദുനിയാ ഇദാ സബറനാ കാന ലനൽ ഫർജ്. സങ്കടപ്പെടുന്നു വേണ്ട, അങ്ങോട്ട് ക്ഷമിച്ച് കഴിച്ചു കൂട്ടിക്കോ. 1000 കൊല്ലം ക്ഷമിച്ചും നിൽക്കും. 1000 കൊല്ലം സങ്കടപ്പെട്ടവരിങ്ങനെ കരയിലും മലറലും ഒക്കെ ആയിട്ട് ഇങ്ങനെ ബഹളം വെച്ചാണ്. ഒരു ഗുണം ഉണ്ടാവില്ല, ആരും തിരിഞ്ഞിട്ട് നോക്കില്ല. അപ്പൊ അവര് പറയും, ഭൂമിയിൽ വെച്ച് ക്ഷമിക്കുന്നവർക്കൊക്കെ ഗുണം ഉണ്ടായിരുന്നു, പടച്ചവന്റെ സഹായം കിട്ടിയിരുന്നു, നമുക്ക് ഇനി ഇപ്പൊ 1000 കൊല്ലം അങ്ങോട്ട് ക്ഷമിച്ചു നോക്കാം. അങ്ങനെ അവർ 1000 കൊല്ലം ക്ഷമിച്ചു നോക്കും. ക്ഷമിച്ചിട്ടും ഗുണമില്ല, ഒരു ഗുണമല്ല. അവിടെ കിട്ടുന്ന കാര്യത്തിൽ ഒരു കുറവുമില്ല. അതങ്ങനെ തന്നെ പോകും. ആ സിസ്റ്റം അങ്ങനെയാ. അലൈഹ മലായികത്തുൻ ഗിലാൽ, പരുപരുക്കക്കാരായ കാവൽക്കാർ അവിടെ ഉള്ളത്. ആ മലക്കിനെയൊക്കെ കണ്ട് കാലുമുട്ട് കൂട്ടിയിടിച്ച് വിറച്ച് അതിൻ്റെ അകത്തേക്ക് കയറാൻ മടിയാ, പിടിച്ച് വലിച്ചെറിയും. ഖുദൂഹു ഫഗുല്ലൂഹു സുമ്മൽ ജഹീമ സല്ലൂഹു. പിടിച്ച് ചങ്ങലക്കിട്ടിട്ട് വലിച്ചെറിയും. ചങ്ങലക്കിടാനൊന്നുമില്ല അവിടെ. ഉപയോഗിക്കുന്ന ചങ്ങല ഖുർആൻ പറയുന്നുണ്ട്, ഒരാൾക്ക് വേണ്ടി ഉപയോഗിക്കുന്ന ചങ്ങലയുടെ നീളം 70 മുഴമാണ്. അതിന്റെ നീളം 70 മുഴം. ആ 70 മുഴം നീളമുള്ള ചങ്ങലയുടെ ഒരു കണ്ണി എടുത്തുകൊണ്ട് വന്ന് ഒരു തുലാസിന്റെ ഒരു തട്ടിൽ വെച്ചാൽ ആ കണ്ണിയുടെ ഭാരത്തെ ഈക്വലാക്കാൻ ഈ ഭൂമിയിലെ സർവ്വ ഇരുമ്പ് ലോഹത്തിന്റെ, ഈ ഭൂമിയിലുള്ള ഇന്ന് കാണപ്പെട്ടിട്ടുള്ള അറിയപ്പെട്ടിട്ടുള്ള സർവ്വ ഇരുമ്പ് ലോഹങ്ങളും കൊണ്ടുവന്ന ഒരു തുലാസിന്റെ ഒരു തട്ടിൽ വെച്ചു. മറ്റേ തട്ടിൽ ആ ചങ്ങലയുടെ ഒരു കണ്ണി മാത്രം വെച്ചാലും ഭാരം കൂടുതൽ ആ ചങ്ങലയുടെ ഒറ്റക്കണ്ണിക്കാണെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ ചങ്ങലയുടെ കണ്ണി വെറുതെ കൊണ്ടുപോയി ഒരു പർവ്വതത്തിന്റെ മുകളിൽ വെച്ചാൽ അതിങ്ങനെ ഒരു തീക്കനല് പ്ലാസ്റ്റിക്കിന്റെ മുകളിലിരുന്ന് ഉരുകുന്ന പോലെ ഇങ്ങനെ ഉരുക്കി ഭൂമിയുടെ 7ാം തട്ടിലേക്ക് പോകുമോ? റസൂലുള്ളാഹി. അത്രയും വെയിറ്റ് ഉള്ള ചങ്ങലയാ. 70 മുഴ ഒരാളുടെ ചങ്ങലയുടെ അളവ്, 70 മുഴം. ഇത് ഖുർആനാ, ഇത് ഖുർആൻ പറഞ്ഞതാ. അങ്ങനെ നരകവാസി കരഞ്ഞും വിലപിച്ചും നോക്കും, ഒരു ഗുണമില്ല. ക്ഷമിച്ചും സഹിച്ചും നോക്കും, ഒരു ഗുണമില്ല. അവിടുത്തെ സിസ്റ്റത്തിൽ ഒരു മാറ്റമില്ല. അപ്പോഴാണ് അവര് പറയാ, അന്ന് പറയവര്, അത് ഇന്നേ ഖുർആനിലുണ്ട്, അന്ന് പറയാൻ പോണ കാര്യങ്ങൾ. സവാഉൻ അലൈനാ ജസ്ഉനാ സബ്റനാ മാ ലനാ മിൻ മഹീസ്. ക്ഷമിച്ചിട്ടും സഹിച്ചിട്ടും വേദന നിന്ന് അലറി കരഞ്ഞിട്ടും അക്ഷമ കാണിച്ചിട്ടും ഒരു ഗുണോല. മാ ലനാ മിൻ മഹീസ്, നമുക്ക് ഇവിടെ നിന്ന് രക്ഷപ്പെടാൻ ഒരു പഴുതുമില്ല. സൂറത്ത് ഇബ്രാഹിം. ഇനി കേട്ടോളൂ. അങ്ങനെ ഇരിക്കെ അവർ തീരുമാനിക്കും, നരകവാസികൾ, അള്ളാഹുവോട് ചോദിക്കാം, മഴ ചോദിക്കാം. ഏതായാലും ഇവിടെ നിന്ന് പുറത്തേക്ക് പോവാനില്ല. റബ്ബിനോട് മഴ ചോദിക്കാൻ തീരുമാനിക്കും. ലിമാ ബിഹിം മിനൽ അത്ശി വശുദ്ദത്തിൽ അദാബ്, നരകത്തിൽ ഉള്ള ദാഹം കാരണമാ മഴ ചോദിച്ചത്. ഇവിടെയുള്ള ശിക്ഷയുടെ കടുപ്പം കാരണമാ മഴ ചോദിച്ചത്. ലിക്കൈ യസൂല അൻഹും ബഅദുൽ ഹറാറത്തി വൽ അത്ശു, നരകത്തിന്റെ ഈ സഹിക്കാൻ പറ്റാത്ത ചൂടിൽ ഒരല്പം ആശ്വാസം കിട്ടിയാലോ, സഹിക്കുന്ന ആ ദാഹത്തിൽ ഒരു പതുക്കെ ഒരു ആശ്വാസം കിട്ടിയാലോ, ഒരു മഴ പെയ്താൽ നമുക്കെല്ലാവർക്കും കൂടിയിട്ട് മഴ ചോദിക്കാം. എല്ലാവരും കൂടി അവിടെ നിന്ന് ഇങ്ങനെ മഴ ചോദിക്കാൻ തുടങ്ങും. ഒരു ദിവസമല്ല, ഒരു കൊല്ലമല്ല, 100 കൊല്ലമല്ല, നരകത്തിൽ കിടന്നുകൊണ്ടവർ 1000 കൊല്ലം തുടർച്ചയായി മഴ ചോദിക്കും. മഴ ചോദിക്കുമ്പോൾ അള്ളാഹു ആ ചോദ്യത്തിലേക്ക് 1000 കൊല്ലം തിരിഞ്ഞു നോക്കൂല. ഔ കമാ ഖാല റസൂലുള്ളാഹി, 1000 കൊല്ലം തിരിഞ്ഞു നോക്കൂല. കൊല്ലം 1000 പൂർണ്ണമാവുന്ന അന്ന് ജിബ്രീലിനെ വിളിച്ചിട്ട് ചോദിക്കും അലൈഹിസ്സലാം, അല്ല ജിബ്രീലെ, പഹയന്മാർ എന്താ അവിടെ ചോദിക്കുന്നത്? ജിബ്രീൽ പറയും, റബ്ബേ
അവർ മഴയാ ചോദിക്കുന്നത്. അല്ലാഹുവേ, നിനക്കറിയാലോ അവർ മഴയാ ചോദിക്കുന്നതെന്ന്. യാ റബ്ബി അൻത അഅലമു ബിഹിം ഇന്നഹും യസ്അലൂനൽ ഗൈസ. മഴയാ ചോദിക്കുന്നത് 1000 കൊല്ലമായി അവർ ചോദിക്കൽ തുടങ്ങിയിട്ട്, നിനക്ക് അറിയില്ലേ അല്ലാഹ്? അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നരകത്തിന്റെ മുകളിൽ മേഘം ഉരുണ്ടുകൂടാൻ ഖളാ ആക്കും. അപ്പോഴേക്കും നരകത്തിന്റെ മുകളിൽ മേഘം വരും. ഫതൽഹറു ലഹും സഹാബത്തുൻ ഹംറാ. കടും ചുവപ്പ് നിറത്തിലുള്ള മേഘമാം. കടും ചുവപ്പ് നിറത്തിലുള്ള മേഘം നരകത്തിന്റെ മുകളിൽ ഇങ്ങനെ ഉരുണ്ടുകൂടും. 1000 കൊല്ലം ചോദിച്ചിട്ടാ മഴ. എന്നിട്ടോ അവരിങ്ങനെ പ്രതീക്ഷിച്ചു നിൽക്കും. പ്രതീക്ഷിച്ചു നിൽക്കുമ്പോ ആ മേഘം അവർക്ക് നേരെ മഴയായി പെയ്യാൻ തുടങ്ങും. സുബ്ഹാനല്ലാഹ്. ആ പെയ്തിറങ്ങുന്ന മേഘം വലിയ ഒട്ടകത്തിന്റെ വലിപ്പമുള്ള തേളുകളായ പെയ്തിറങ്ങ. അത് വെള്ളമല്ല. ആ ചുവന്ന മേഘം മുഴുവനും ഉരുണ്ടുകൂടിയത് പെയ്തിറങ്ങുമ്പോ വെള്ളമല്ല, ഒരു ഒട്ടകത്തിന്റെ വലിപ്പമുള്ള തേളുകളാണെന്ന് ദാഹം തീരോ ആ തേള് ഒരു കൊത്തു കൊടുത്താൽ 1000 കൊല്ലം ആ തേളിന്റെ വേദന ആ ശരീരത്തിൽ അലട്ടും എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പിന്നെ അവർ ചോദിക്കും, 1000 കൊല്ലം പടച്ചോനെ മഴ കിട്ടിയില്ല, വീണ്ടും മഴ വേണം. അള്ളാഹുവോട് വീണ്ടും മഴ ചോദിക്കും. അപ്പോൾ അവർക്ക് അള്ളാഹു 1000 കൊല്ലം പൂർണ്ണമാകുന്ന അന്ന് വരെ തിരിഞ്ഞു നോക്കൂല. കൊല്ലം 1000 പൂർണ്ണമാകുന്ന അന്ന് ജിബ്രീലിനെ വിളിക്കും അലൈഹിസ്സലാം. ആലോചിച്ചു നോക്കണേ, 1000 മാസല്ല, 1000 കൊല്ലം. ജിബ്രീലിനോട് ചോദിക്കും അലൈഹിസ്സലാം, എന്തുട്ടാ അവര് ചോദിക്കണം? പടച്ചോനെ, നിനക്കറിയാലോ അവര് മഴയാ ചോദിച്ചത്. വേഗമതാ അവരുടെ തലയുടെ മുകളിൽ കറുത്ത ഇരുണ്ട നിറത്തിലുള്ള ഒരു മേഘം ഇങ്ങനെ ഉരുണ്ടുകൂടും. പ്രതീക്ഷിക്കും ഇപ്പോൾ പെയ്യുമെന്ന്. പക്ഷേ അവർക്ക് പെയ്തിറങ്ങുന്നത്, മഴയായി പെയ്തിറങ്ങുന്നത് പാമ്പുകളാ. ഒട്ടകത്തിന്റെ കഴുത്ത് പോലെ ദൃഢമായ ശരീരമുള്ള പാമ്പുകൾ. അതിന്റെ ഒരു കൊത്തുകൊണ്ടാൽ 1000 കൊല്ലം ശരീരത്തിൽ വിഷം തിളയ്ക്കും. ഖാല റസൂലുള്ളാഹി. ഇതേ സംബന്ധിച്ച് ഖുർആൻ പറഞ്ഞിട്ടുണ്ട് സൂറത്തുൻ നഹ്ൽ, സിദ്നാഹും അദാബൻ ഫൗഖൽ അദാബി ബിമാ കാനൂ യുഫ്സിദൂൻ. അദാബിന്റെ പുറത്ത് പിന്നെ അദാബാ, നരകം. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. എല്ലാവരും അവരെ കുറ്റപ്പെടുത്തും, എല്ലാവരും അവരെ കൈയൊഴിയും. നരകം അങ്ങനെയാ, ശാരീരിക മാനസികമായ ഒരു അനുഭവമാ നരകം. കേട്ടിട്ടില്ലേ അഅറാഫ്? സൂറത്തുൽ അഅറാഫ് ഖുർആനിലെ ഒരു അധ്യായം ഉണ്ട്, സൂറത്തുൽ അഅറാഫ്. സൂറത്തുൽ അഅറാഫ് എന്തായാലും പറയണത്? എന്തുട്ട് അഅറാഫ്? നരകത്തിന്റെയും സ്വർഗത്തിന്റെയും ഇടയിൽ ഒരു മതിലുണ്ട്. നരകം വേറൊരു ലോകത്തും സ്വർഗം വേറൊരു ലോകത്താണെന്ന് സങ്കല്പിച്ചാൽ ഇത് രണ്ടും കൂടി കണക്ട് ചെയ്യുന്നൊരു ഭാഗമുണ്ട്. അവിടെ നടുവിലൊരു മതിലുണ്ട്. ചില ആളുകള് സ്വർഗത്തിലേക്ക് പോകാനുള്ളതൊട്ട് ചെയ്തിട്ടുള്ള നരകത്തിലേക്ക് അവന് വിടാനും പറ്റൂല. രണ്ടിന്റെ ഇടയിൽ ഈക്വലായി പോകുന്ന നന്മയും തിന്മയും വരുന്നൊരു വിഭാഗമുണ്ട്. അവസാനം അവരെ സ്വർഗത്തിലേക്ക് തട്ടിയിടും, അത് വേറെ കാര്യം. അവര് ഈ മതിലിന്റെ മുകളിലുണ്ട്. മനസ്സിലായില്ല? ഈ മതിലിന്റെ മുകളിലിരിക്കാൻ ഒരു രസകരമായൊരു ഇരുത്താണ്. അവർക്ക് നരകത്തിന്റെ ശിക്ഷയില്ല, സ്വർഗത്തിന്റെ അനുഗ്രഹം. അവരെങ്ങനെ മതിലിന്റെ മുകളിലുണ്ട്, അങ്ങനെ ഇരിപ്പുണ്ടാവും. ഇടയ്ക്കിടയ്ക്ക് അങ്ങോട്ട് നോക്കും, സ്വർഗത്തിലേക്ക് നോക്കും. എന്നിട്ട് അസ്സലാമു അലൈക്കും, ഞങ്ങളോട് ഉണ്ട് കേട്ടോ. എവിടെ? ഈ സ്വർഗത്തിലൂടെ അങ്ങോട്ട് പോകുന്ന അദ്ദേഹത്തെ ഇവിടെ ഇരിക്കണവനറിയാം. ഒരു ശൂശു വിളിയൊക്കെ കേൾക്കാം അവിടുന്ന് മോളിന്ന്. എന്തുട്ടപ്പോ അവിടെ പോയിരിക്കണേ? ഞങ്ങൾക്ക് അങ്ങോട്ട് വരാനുള്ള ഉണ്ടായില്ല, ഒരു സുബ്ഹാനല്ലാഹും കൂടി ഉണ്ടായിരുന്ന താഴത്തേക്ക് ഇറങ്ങായിരുന്നു. അത് പറ്റിപ്പോയി ഒരല്പം. അങ്ങനെ ഇടയിൽ പെട്ടുപോകും. ബിസ്മില്ലാഹി റഹ്മാനിർ റഹീം വബൈനഹുമാ ഹിജാബ് വഅലൽ അഅറാഫി റിജാലൻ യഅരിഫൂന കുല്ലം ബിസീമാഹും വനാദൗ അസ്ഹാബൽ ജന്നതി ഔ സലാമുൻ അലൈക്കും ലം യദ്ഖുലൂഹാ വഹും യത്മഊൻ. സ്വർഗത്തിന്റെയും നരകത്തിന്റെയും ഇടയിൽ ഒരു മതിലുണ്ട്, ഒരു മറയുണ്ട്, ഒരു ഹിജാബുണ്ട്. അതിന്റെ പേര് അഅറാഫ് എന്ന ഖുർആനിലെ അധ്യായമാണ് സൂറത്തുൽ അഅറാഫ്. അഅറാഫിലെ ആയത്തുകളായത്.
46 മുതൽ 51 കൂടിയ ആയത്തുകൾ ഇതാ പറയുന്നത്. അതിന്റെ മുകളിൽ കുറെ ആളുകളുണ്ട്. യഅരിഫൂന കുല്ലം ബിസീമാഹും. നരകത്തിലൂടെ പോകുന്ന ആളുകളെ കണ്ടാലും അവർക്കറിയാം, സ്വർഗത്തിലൂടെ പോകുന്ന ആളുകളെ കണ്ടാലും അവർക്ക് അവിടെ ഇരുന്ന് അറിയാൻ പറ്റും അത് ഇന്ന ആളല്ലേ. അതേ, വനാദൗ അസ്ഹാബൽ ജന്ന. ഈ അഅറാഫിന്റെ മുകളിലിരിക്കുന്ന, ആ മദിനിന്റെ മുകളിലിരിക്കുന്നവർ സ്വർഗത്തിലൂടെ പോകുന്നവരെ കാണുമ്പോൾ വിളിക്കും. എന്നിട്ട് പറയും സലാമുൻ അലൈക്കും. എന്താ വിളിച്ചിട്ട് പറയണേ? അസ്സലാമു അലൈക്കും എന്ന് വിളിക്കും. അതിനെ പറഞ്ഞോട്ട് വിളിക്കും, അസ്സലാമു അലൈക്കും. അവര് വിളിക്കും. വനാദൗ അസ്ഹാബൽ ജന്നത്തി അൻ സലാമുൻ അലൈക്കും ലം യദ്ഖുലൂഹാ വഹും യത്മഊൻ. ആ സ്വർഗത്തിലേക്ക് കയറാൻ പറ്റൂല അവർക്ക്, പക്ഷെ കേറണം എന്നവരുടെ ആഗ്രഹവുമുണ്ട്. കേരള നടക്കൂല, അവർ കുറെ കാലം അവിടെ ഉണ്ടാവണേ. സ്വർഗത്തിലുള്ളവരോട് സലാം പറയും. വൈദാ സുരിഫത് അബ്സ്വാറുഹും തിൽഖാ അസ്ഹാബിന്നാർ. ഇടത്തേക്ക് തിരിഞ്ഞാൽ നരകവാസികളെ കാണുമ്പോ ഖാലു, ഈ മതിലിന്റെ മുകളിലിരിക്കുന്ന അഅറാഫിന്റെ ആളുകൾ പറയും, റബ്ബനാ ലാ തജ്അൽനാ മഅൽ ഖൗമിദ്ദാലിമീൻ. പടച്ച റബ്ബേ, ഈ ഇവിടത്തെ ഇരിപ്പിനൊരു അവസാനമുണ്ടാകുമല്ലോ, അത് അവസാനിക്കുന്ന അന്ന് അവിടേക്ക് ഞങ്ങൾ ആക്കല്ലേ അല്ലാ. അവിടെ എവിടെയാ? അങ്ങോട്ട് വിടല്ലേ അല്ലാ. ഇത് ആര് കേൾക്കും? അള്ളാഹു നിന്നെ പോലെയൊക്കെ ആക്കാതിരുന്ന മതിയിടാന്ന് പറയണ പോലെ അവനത് കേൾക്കാ താഴെ കിടന്ന് അവന് വല്ലാത്ത വിഷമാവും. വിഷമത്തിന്റെ പുറത്ത് പിന്നെയും വിഷമം. പണ്ട് ഒരാൾ പറഞ്ഞ പോലെ ഇടിവെട്ടേറ്റവനെ പാമ്പ് കടിച്ച് ആശുപത്രി കൊണ്ടുപോയപ്പോ വണ്ടി ഇടിച്ചു എന്ന് പറഞ്ഞൊരു ഏപ്പി. അങ്ങനെ ഒന്നും കൂടി എൻ്റെ കൂടെ ചേർത്തപ്പോ ആശുപത്രി ചെന്നപ്പോ പിന്നെ ഡോക്ടറും ഉണ്ടായില്ല. അങ്ങനെ ഓരോന്നിന്റെ പുറത്ത് ഓരോന്നായിട്ട് ഇപ്പൊ നരകത്തിൽ കിടക്കുന്ന ആളുടെ അവസ്ഥ. മതിലിന്റെ മുകളിൽ നിൽക്കുന്നവനും പറയാണ്, പഠിച്ചോനെ എന്നെ ഏതെങ്കിലും ഒരു സന്ദർഭത്തിൽ നീ ഇതിന്റെ മുകളിൽ നിന്ന് താഴേക്ക് ഇറക്കൂലോ, അങ്ങോട്ട് വിടരുത് കേട്ടോ അല്ലാ, അങ്ങോട്ട് വിടരുത്, അങ്ങോട്ട് വിടല്ലേ അല്ലാ. വനാദാ സുഹാബുൽ അഅറാഫി റിജാലൻ യഅരിഫൂനഹും ബിസീമാഹും ഖാലൂ മാ ഗനാ അൻകും സമഉകും വമാ കുൻതും തസ്തക്ബിറൂൻ. നരകവാസിയെ വിളിച്ചിട്ട് പറയും, എടോ എന്തിനാ നീ ഭൂമിയിൽ കിബിർ നടിച്ച് നടന്നത്? നിന്റെ പണത്തിന്റെ ഹുങ്കു കൊണ്ട് നിനക്കൊന്നും നേടാൻ കഴിഞ്ഞില്ല. അള്ളാന്റെ കാരുണ്യമില്ലാതെ നിനക്ക് രക്ഷപ്പെടാൻ പറ്റൂല എന്ന ഒരു വിശ്വാസം എന്തുകൊണ്ട് നിനക്ക് ഭൂമിയിലുണ്ടായില്ല? നിനക്കൊക്കെ നന്നായി കൂടായിരുന്നോ എന്ന് മുകളിലിരുന്നു കൊണ്ട് നരകവാസിയോട്, മുകളിലിരിക്കുന്ന മതിലിന്റെ മുകളിലിരിക്കുന്നവൻ ഇങ്ങനെ പറയുമെന്ന് ഖുർആൻ. ഈ സ്വർഗത്തിൽ കിടക്കുന്ന പലരും അന്ന് ഭൂമിയിൽ വെച്ച് എന്നോടും നിന്നോടുമൊക്കെ പറഞ്ഞതിന് നീ കളിയാക്കിയത് എനിക്ക് ഓർമ്മയുണ്ട്. ഇന്ന് നീ നരകത്തിൽ, ആ കളിയാക്കപ്പെട്ടവൻ സ്വർഗത്തിലാ. അന്ന് നീ അവരെ കളിയാക്കിയിരുന്നല്ലോ. അഖ്സംതും ലാ യനാലുഹുമുല്ലാഹു ബിറഹ്മ ഉദ്ഖുലുൽ ജന്നത ലാ ഖൗഫുൻ അലൈക്കും വലാ അൻതും തഹ്സനൂൻ. നിങ്ങൾ കളിയാക്കിയിട്ട് എന്താ, അവരിപ്പോ സ്വർഗത്തിൽ അല്ലാഹു കേറിക്കോന്നാ പറഞ്ഞത് അവരോട്. വനാദാ സുഹാബുന്നാർ. നരകത്തിൽ കിടക്കുന്നവൻ ഈ മതിലിനോട് ചേർന്ന് വരുമ്പോ, മതിലിന്റെ അപ്പുറത്താണ് സ്വർഗമെന്നും അവനറിയാം. ഇവിടെ ചിന്തിക്കണം, നരകവാസിയുടെ ഏറ്റവും ഭാഗ്യമുള്ളവൻ ഈ മതിലിനോട് ചേരാൻ പറ്റുന്നവനാ. ചിലരെ അള്ളാഹു കൊണ്ടുപോയി അറ്റത്തേക്കിടും, സ്വർഗത്തിന്റെ മണം കിട്ടും ഈ മതിലിനോട് ചേർന്ന് വരുമ്പോ. മതിലിന്റെ ഇപ്പുറത്ത് സ്വർഗമാണ്. മതിലിനോട് ചേർന്ന് വരുമ്പോൾ മതിൽ കെട്ടിന്റെ പുറത്തുള്ള ആള് സ്വർഗവാസിയാണല്ലോ. സ്വർഗവാസിയെ ഇവിടെ നിന്ന് വിളിച്ച് മതിലിനോട് ചേർന്ന് നിൽക്കുന്ന അവിടേക്ക് വരുന്ന നരകവാസി വിളിച്ചു ചോദിക്കും. എന്ത് വിളിച്ചു ചോദിക്കും? അൻ അഫീളു അലൈനാ മിനൽ മാ. അപ്പുറത്തെ സ്വർഗത്തിൽ നിന്നും ഒരു കപ്പ് വെള്ളം ഇങ്ങോട്ടൊന്ന് ഒഴിക്കുമോ? അപ്പുറത്തെ സ്വർഗത്തിൽ നിന്നും ഒരു കപ്പ് വെള്ളം ഇപ്പുറത്തെ നരകത്തിലേക്ക് മതിലിന്റെ മുകളിലൂടെ ഒന്ന് ഒഴിക്കുമോ? ഔ മിമ്മാ റസഖകുമുല്ലാഹ്.
അള്ളാഹു നിങ്ങൾക്ക് തന്ന ആ വലിയ കനിത്തോട്ടങ്ങളിൽ നിന്നും ഒരു ആപ്പിളെങ്കിലും അപ്പുറത്തു നിന്ന് ഇപ്പുറത്തേക്കിടുമോ? ആ ആപ്പിളൊന്ന് വന്നു ചാടിയാൽ ഈ നരകം ഒരു പക്ഷെ അണഞ്ഞു പോയേക്കാം. അത്രയും അനുഗ്രഹീതമായ സ്വർഗത്തിന്റെ ഒരു തുള്ളി വെള്ളമൊന്ന് ഇപ്പുറത്തേക്ക് എത്തിക്കുമോ? സ്വർഗവാസി പറയും ഖാലൂ ഇന്നല്ലാഹ ഹറമഹുമാ അലൽ കാഫിരീൻ. ഇവിടെ അങ്ങോട്ട് പാസ് ചെയ്യൽ അല്ലാഹു ഹറാമാക്കിയേക്ക, അങ്ങോട്ട് വിടൂല. ആർക്കാ ഇത് അല്ലാഹു ഹറാമാക്കിയത്? അല്ലദീന തഖദു ദീനഹും ലഹ്വം വലഇബാ. ദുനിയാവിൽ ജീവിച്ചപ്പോ ദീനെന്ന് പറഞ്ഞാൽ ഒരു കളിതമാശയായിട്ട് കൊണ്ടുവരുന്ന ആളുകൾക്ക് ഈ സ്വർഗത്തിന്റെ ഒരു തുള്ളി വെള്ളം അപ്പുറത്തേക്ക് കൊടുക്കൽ ഹറാമാക്കിയിരിക്കുക അല്ലാഹു എന്ന് പറയും. നരകവാസിയുടെ അവസ്ഥ ഈ പറയുന്നത്. നരകവാസിയുടെ അവസ്ഥ അല്ലാഹു കാക്കട്ടെ. നരകവാസിയുടെ അവസ്ഥ വല്ലാത്ത അവസ്ഥയാ. ഒരു രക്ഷയുമില്ല, ഒരു സമാശ്വാസനത്തിന്റെ ഒരു മാർഗവുമില്ല. നിങ്ങൾക്കറിയുമോ, അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ഇതേക്കുറിച്ച് പറഞ്ഞ പല സന്ദർഭത്തിലും ബോധം കെട്ടുപോലും പോയിട്ടുണ്ട്. നരകത്തെ കുറിച്ച് അവതരിപ്പിക്കുന്നിടത്ത് പലപ്പോഴും ഹബീബിന് പോലും ബോധക്ഷയം വന്നിട്ടുണ്ട് എന്ന് ഹദീസുകളിൽ കാണാൻ കഴിയും. നരകത്തെ കുറിച്ച് പറയുന്നിടത്ത് നിങ്ങൾക്കറിയുമോ, നരകത്തിൽ ഒരു വിരിപ്പുണ്ട്. നരകത്തിന് വിരിപ്പുണ്ടെന്ന് ഖുർആൻ. നരകത്തിന് വിരിപ്പുണ്ടെന്ന് ഖുർആൻ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നല്ലദീന കദ്ദബൂ ബിആയാതിനാ വസ്തക്ബറൂ അൻഹാ ലാ തുഫത്തഹു ലഹും അബ്വാബുസ് സമാ വലാ യദ്ഖുലൂനൽ ജന്ന حتى يلج الجمل في سم الخياط وكذلك نجزي المجرمين. അള്ളാഹുവിനെ ധിക്കരിച്ച് പരിശുദ്ധ ദീൻ വേണ്ടെന്ന് വെച്ച് മരിച്ചു പോയ ആളുകളുണ്ട്. അങ്ങനെ ജീവിച്ച് മരിച്ച ആളുകൾക്ക് അവരുടെ റൂഹുമായി ആകാശത്തിന്റെ പടവുകൾ മലക്കുകൾ താണ്ടുമ്പോ അവിടെ അനുഗ്രഹങ്ങളുടെ കവാടങ്ങൾ മുഴുവനും കൊട്ടിയടക്കപ്പെടുന്നു. സ്വർഗാനുകൂല്യങ്ങൾ റൂഹുമായി പോകുമ്പോ തന്നെ കിട്ടാറുണ്ട്. അതൊന്നും അവർക്ക് കിട്ടുകയില്ലേ? സ്വർഗാനുഗ്രഹങ്ങൾ ആനുകൂല്യങ്ങൾ ഖബറിൽ കിട്ടാറുണ്ട്. വലാ യദ്ഖുലൂനൽ ജന്ന ലാ തുഫത്തഹു ലഹും അബ്വാബുസ് സമാഇ വലാ യദ്ഖുലൂനൽ ജന്ന. സ്വർഗത്തിലേക്ക് പോകേണ്ടവനാണ് എങ്കിൽ അവിടെ എത്തുന്നതിന് മുന്നേ ആ ഒരു സീല് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ നിന്ന് തന്നെ അതിന്റെ അനുഗ്രഹം അനുഭവിക്കാൻ കഴിയും. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ആ അനുഗ്രഹം അനുഭവിക്കുന്നത് മരണവേദനയിൽ അല്ലാഹു എളുപ്പം കൊടുത്തുകൊണ്ടാ ആ അനുഗ്രഹം അനുഭവിക്കുന്നത്. എൻ്റെ പ്രിയമുള്ളവരെ, തൗഫീഖ് വേണം, അതൊരു വലിയ കാര്യമാണ്. അല്ലാഹുവിന്റെ ദീനിൽ ജീവിച്ചു എന്നതല്ല, ദീനിലായി മരിച്ചു എന്നതാണ് ഏറ്റവും മഹത്തായ ഭാഗ്യം. ദുൽഹജ്ജ് മാസം വരുമ്പോൾ ഞാൻ എൻ്റെ കുടുംബത്തിലെ എൻ്റെ വല്ലുപ്പാന്റെ അനുജനെ ഓർക്കാറുണ്ട്. ബഹുമാന്യനായ EI അബ്ദുറഹ്മാൻ ഹാജി ഞങ്ങളുടെ നാട്ടിൽ ഏറ്റവും ജനസമ്മതനായ ഒരു മധ്യസ്ഥനായിരുന്നു, ആലിമായിരുന്നു, ഗവൺമെന്റ് ഉദ്യോഗസ്ഥനായിരുന്നു. ടൗൺ പള്ളിയിൽ പലപ്പോഴും ഇമാമത്ത് നിൽക്കുന്ന നാട്ടുകാർ അംഗീകരിച്ച ഇമാമായിരുന്നു. ഒരു സാധാരണക്കാരനെ പോലെ ജീവിച്ച മനുഷ്യൻ. നിങ്ങൾക്കറിയുമോ എത്ര വർഷമായി? 2005 മരണപ്പെട്ടതാ. ഇന്നലെ രാത്രിയിലും ഞാൻ ആ മനുഷ്യനോർത്ത് പോയി. എന്തുകൊണ്ട്? മരിക്കുന്ന നേരം കൂടെ നിന്നവരോട് പണ്ട് ശംസുൽ ഉലമ പറഞ്ഞ പോലെ യാസീൻ ഓതാൻ പറയുന്നു. യാസീൻ എല്ലാവരും കേൾക്കത്തക്ക ശബ്ദത്തിൽ ഈ മനുഷ്യൻ ഓതിക്കൊണ്ടിരിക്കുന്നു. യാസീൻ ഓതുന്നതിന്റെ ഇടയിൽ ആ മനുഷ്യൻ മരണപ്പെടുന്നു. യാസീൻ ഓതിക്കൊണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ യാസീൻ ഉച്ചരിച്ചു കൊണ്ട് മരിക്കുന്ന ആളെ പറ്റി അള്ളാന്റെ ഹബീബ് പറഞ്ഞത് എന്താണെന്നറിയുമോ? ആരെങ്കിലും സൂറത്ത് യാസീൻ ഓതിക്കൊണ്ട് മരിക്കുകയാണ് എങ്കിൽ ഓരോ ഹറഫിന്റെ കണക്കനുസരിച്ച് സൂറത്ത് യാസീനിൽ അള്ളാഹു കൊണ്ടുവന്നിരിക്കുന്ന ഓരോ അക്ഷരത്തിന്റെ കണക്കനുസരിച്ച് 10 മലക്കുകളാ ആ മനുഷ്യന്റെ മരണം മുതൽക്കുള്ള കാര്യങ്ങളിൽ പങ്കെടുക്കാം. ആ ജനാസ അനുഗമനത്തിൽ 1000കണക്കിന് മലക്കുകൾ പങ്കെടുക്കുന്നു.
ആ മയ്യത്ത് കുളിപ്പിക്കുന്നോടത്തും മലക്കുകൾ പങ്കെടുക്കുന്നു. ആ മയ്യത്ത് നിസ്കാരത്തിലും മലക്കുകൾ പങ്കെടുക്കുന്നു. മഹാനായ സഅദ് ബിൻ മുആദ് റളിയല്ലാഹു അൻഹുവിന്റെ ജനാസ അനുഗമനത്തിൽ മലക്കുകൾ തിങ്ങി വന്നപ്പോ 70,000 മലക്കുകൾ പങ്കെടുത്തു എന്ന് ഖാല റസൂലുള്ളാഹി. മലക്കുകൾ ജനാസ കുളിപ്പിക്കാൻ പങ്കെടുക്കുന്നു. ആരുടെ ജനാസ? സൂറത്ത് യാസീൻ ഓതി മരിച്ച മനുഷ്യന്റെ ജനാസ. എന്നിട്ടോ ആ ജനാസ കുളിപ്പിച്ചതിലും ആ ജനാസ കഫൻ ചെയ്തതിലും അത് ഖബറിലേക്ക് ഇറക്കി വെച്ചതിലും ആ ജനാസയുടെ അവസാനത്തെ കടപ്പാട് നിർവഹിച്ചുകൊണ്ട് ജനാസയോട് ഖബറിലേക്ക് ഇറക്കി വെച്ച മയ്യത്തിനോട് സലാം പറഞ്ഞുകൊണ്ട് മിൻഹാ ഖലഖനാകും വഫീഹാ നുഈദുകും വമിൻഹാ നുഖ്രിജുകും താറത്തൻ ഉഖറാ എന്ന് പറഞ്ഞുകൊണ്ട് 3 പിടി മണ്ണ് വാരിയിടുമ്പോഴും ഈ മലക്കുകൾ എവിടെയുണ്ട്? ലക്ഷക്കണക്കിന് മലക്കുകൾ. ആരുടെ? സൂറത്ത് യാസീൻ ഓതി മരിക്കുന്നു. ഓതിക്കൊണ്ടിരിക്കെ മരിക്കുന്നു. ഓതിയ ഉടനെ മരിക്കുന്നു. എന്റെ പ്രിയമുള്ളവരെ, ഇതിനപ്പുറം പറയേണ്ട മറ്റൊരനുഗ്രഹമാ സൂറത്ത് യാസീൻ ഓതുന്ന മനുഷ്യൻ ഓതിക്കൊണ്ടവൻ മരിക്കുന്ന നേരത്ത് അവന്റെ റൂഹ് പിടിക്കുന്നതിന് മുന്നേ സ്വർഗത്തിന്റെ കാവൽക്കാരനായ റിദ്വാൻ എന്ന മഹാനായ മലക്ക് സ്വർഗത്തിന്റെ പാനം കൊണ്ടുവന്ന് അത് കുടിച്ച് ദാഹം തീർക്കാതെ ഈ യാസീൻ ഓതി മരിക്കുന്ന ആളും മരിക്കൂല. സയ്യിദുനാ റസൂലുള്ളാഹി മഹാനായ അഹ്മദ് ബിൻ മുഹമ്മദ് സാവി തങ്ങള് ഈ ഹദീസ് അവിടുത്തെ തഫ്സീറിൽ പറയുന്നുണ്ട്. ഇസ്മാഈൽ അൽ ഹഖ് അൽ ബറൂസവി തങ്ങള് റൂഹുൽ ബയാനിലും ഈ തഫ്സീർ പറയുന്നുണ്ട്. ഈ ഹദീസ് പറയുന്നുണ്ട്, യാസീൻ ഓതിക്കൊണ്ട് മരിക്കുന്ന ആളുടെ റൂഹ് പിരിയുന്നതിന് മുമ്പ് സ്വർഗത്തിന്റെ വെള്ളം കുടിച്ച അവൻ ദാഹം തീർത്തിട്ടാ മരിക്ക. അങ്ങനെ ഒരു മനുഷ്യൻ മരിച്ചതിന്റെ ഓർമ്മയെ ഇന്നലെ കഴിഞ്ഞ പോലെ നമ്മുടെ മനസ്സിലേക്ക് ആ നന്മ കടന്നു വരാം. സ്വർഗത്തിലേക്ക് പോവാനുള്ള ആൾക്ക് ആനുകൂല്യം സ്വർഗത്തിൽ നിന്നല്ല കിട്ടാം, നേരത്തെ കിട്ടും. അതിനാ തൗഫീഖ് എന്ന് പറയാം. തൗഫീഖ് എന്ന് പറഞ്ഞാൽ കാരണങ്ങളെ തിരിക്കൽ എന്ന. അല്ലാഹുവേ തൗഫീഖ് ചെയ്യ് എന്ന് നമ്മൾ ദ്വാരക്കാറുണ്ട്. എന്താ അതിന്റെ അർത്ഥം? ആ കാര്യം നേടാനുള്ള കാരണങ്ങളെ നീ ഇവിടെ തിരിച്ച് എനിക്ക് അതിനെ കറക്റ്റ് റൂട്ട് സൃഷ്ടിച്ചു തന്നെ. ഒരൊറ്റ സുപ്രഭാതത്തില് ഒരാൾക്ക് അങ്ങനെ കലിമ എല്ലാം പറ്റൂല. ആ മരണത്തിന് സാക്ഷിയായ പ്രിയപ്പെട്ട സഹോദരി ഇന്നലെ എന്നോട് പറയാണ്, കൊച്ചുപൂപ്പ മരിക്കാൻ നേരത്ത് 5 മിനിറ്റ് മുമ്പ് ഞങ്ങളോട് ചോദിച്ചു വീട്ടിലെ വിശേഷങ്ങൾ, കുശലങ്ങൾ ചോദിച്ചു. എന്നിട്ട് മരിക്കുന്നു. ഒരു തിങ്കളാഴ്ച രാവിനോട് അടുത്ത നേരത്ത് മരിക്കുന്നു. അത്ഭുതങ്ങൾ സൃഷ്ടിച്ച ഒരു മരണം. ഇതിലേക്ക് നമ്മുടെയൊക്കെ ജീവിതം എത്താൻ അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഇവരുടെ റൂഹ് ഇങ്ങനെ ചൊല്ലുമ്പോ ആകാശത്തിന്റെ കവാടങ്ങൾ ഇങ്ങനെ തുറക്കും. സ്വർഗത്തിന്റെ ആനുകൂല്യങ്ങൾ, അങ്ങനെ ഒരു ടാഗ് അവർക്കുണ്ട്. ആ ടാഗുമായി ഇങ്ങനെ ചെല്ല മലക്കുകൾ അവരുടെ കൂടെ, അവർക്ക് മലക്കുകൾ പിന്തുണ അറിയിച്ചുകൊണ്ട് പരിവാരങ്ങളായി മലക്കുകൾ ഇങ്ങനെ കൂടെ ചെല്ലാണ്. പക്ഷേ നിഷേധിയാണോ? അവർക്ക് സ്വർഗമില്ല. നിഷേധിച്ച് ജീവിച്ചവന്റെ അടയാളം, നിഷേധിച്ച് ജീവിച്ചവൻ മരിക്കുന്ന നേരം അവൻ നിഷേധിയായതിന്റെ പേരിൽ നരകവാസിയാണെന്നതിന്റെ അടയാളം കാണിച്ചു കൊണ്ടിരിക്കും. സൂചിയുടെ നൂല് കയറേണ്ട ദ്വാരത്തിലൂടെ ഒരു ഒട്ടകം പുറത്ത് കടക്കുന്നു. അതിലൂടെ സാധ്യതയുണ്ടോ? ഇല്ല. ഒരു സൂചി ദ്വാരത്തിലൂടെ ഒട്ടകം കടന്നു വരും എന്ന് പറഞ്ഞാൽ ആരെങ്കിലും വിശ്വസിക്കോ? ഇല്ല. സൂചിയുടെ ദ്വാരത്തിലൂടെ ഒട്ടകത്തിന് കടന്നു വരാൻ കഴിയില്ല. അത്രയും സാധ്യതയില്ല ഒരു നിഷേധി സ്വർഗത്തിൽ പോവാൻ. അള്ളാഹു ആ പഴുതുകൾ മുഴുവനും അടച്ചു കളയും. പടച്ചോൻ കാക്കട്ടെ.